ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ടു ഒരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. ഞാൻ പിറ്റേന്നത്തേക്ക് ഓഫീസിലേക്ക് വേണ്ടുന്ന ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തലേന്നേ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കും, പിന്നെ ചോറ് മാത്രം പിറ്റേന്ന് വെക്കും. അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പണി കുറച്ച് എളുപ്പമാണല്ലോ. അങ്ങനെ ക്യാരറ്റ് തോരൻ വെക്കാനായിട്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞ് അതൊരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും ചിരകി ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ചിരകുമ്പോൾ നമ്മൾ കുറച്ചേറെ ചിരകി വെക്കുക. അതാകുമ്പം വേറെ എന്തെങ്കിലും കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇതൊക്കെയാണ് രാവിലത്തെ നമ്മുടെ സമയം പോകുന്ന പരിപാടികൾ. ഇത് ഇത്രയും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പണികൾ കുറച്ചും കൂടെ എളുപ്പമാകുമല്ലോ. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കുറച്ച് അലുവ ഇരുന്നേ. അതും എനിക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കറുത്ത കളറിലിരിക്കുന്ന അലുവ നല്ല ടേസ്റ്റുള്ള ഇത് അടിപൊളി അലുവയായിരുന്നേ. അങ്ങനെ അലുവയൊക്കെ കഴിച്ച് അടുത്തത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റെസിപ്പി പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കത്രിക്ക അരിഞ്ഞ് നോക്കിയപ്പോഴത്തേനും, കത്രിക്ക എപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അരിഞ്ഞരിഞ്ഞ് വരുമ്പോഴാണ് അത് മുഴുവൻ കേടായിരിക്കും. അങ്ങനെ അതിനെടുത്ത് കളഞ്ഞ് അങ്ങനെ ക്യാരറ്റ് തോരനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പം ഞാൻ ചിയാ സീഡ്സിൻ്റെ ഈ വെള്ളം കുടിക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറഞ്ഞൊന്ന് നടക്കാൻ പോകുന്നതുകൊണ്ടും ഇത് കുടിക്കുന്നതാണ്. അതിനകത്തൊരു ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞൊഴിക്കും. ഷുഗറൊന്നും ആഡ് ചെയ്യത്തില്ല. തേനുണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കുന്നത് നല്ലതാണ്. തേൻ വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനിപ്പോൾ തേൻ യൂസ് ചെയ്യുന്നില്ലേ. അങ്ങനെ രാവിലെ നേരം വെളുത്തു. രാവിലെ ഒരു മോർണിംഗ് വോക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് പതുക്കെ കുക്കിങ്ങിലേക്ക് കിടന്നേ. ഇവിടെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പം നേരത്തെ എനിക്കങ്ങനെ കുക്കറിൽ ചോറ് ഇഷ്ടമല്ലായിരുന്നു. അതായത് കുക്കറിൽ വെക്കുന്ന ചോറിനൊരു വേറെ ഇതാണല്ലോ. കലത്തി വെക്കുന്ന ചോറായിരുന്നു പൊതുവേ ഇഷ്ടം. അങ്ങനെ ഇന്നലെ അരിഞ്ഞു വെച്ച ക്യാരറ്റിൻ്റെ തോരനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. രാവിലത്തെ അടുക്കളയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് ആണല്ലോ. ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറ്റ് എ ടൈം 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓക്കെയാണ്. അങ്ങനെ ഒരടുപ്പത്ത് നമ്മുടെ ചോറ് വേകാൻ വെച്ചു, ഒരടുപ്പത്ത് ചായ വെച്ചു, ഒരടുപ്പത്ത് നമ്മുടെ ക്യാരറ്റ് തോരൻ വെച്ചു. ചിയാ സീഡിൻ്റെ വെള്ളം ഞാൻ രാവിലെ ഇങ്ങനെ വെറും വയറ്റിലാണ് കുടിക്കുന്നത്. അത് ഞാൻ രാവിലെ നടക്കാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് അത് കുടിക്കുന്നത്. എഴുന്നേറ്റ പാടെ അത് കുടിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ലേ. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതും വെറുതെ വേറെ അതിനകത്തൊന്നും ഇടത്തില്ല. ഞാൻ ഇടയ്ക്ക് ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുവേ. അങ്ങനെ ക്യാരറ്റ് തോരൻ വെക്കാനായിട്ട് ഞാൻ ആദ്യമേ ക്യാരറ്റൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് അതിനകത്തേക്ക് തേങ്ങ ഇടുന്നത്. ചായക്കായിട്ടുള്ള പാലൊക്കെ ഒഴിച്ച് അതും അടുപ്പത്ത് വെച്ചു. അങ്ങനെ കുക്കറൊക്കെ അടച്ച് വെച്ചു. അങ്ങനെ ഒരേ സമയം എല്ലാ സാധനങ്ങളും വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് വെന്ത് കിട്ടിയാൽ രാവിലത്തെ പണി കഴിഞ്ഞു. പിന്നെ തൈര് കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് ഞാനൊരു പൊടിക്ക് ഉപ്പും അതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആണ് അത് മിക്സ് ചെയ്തെടുത്തത്. അതിന് വേറൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അതായത് തൈരിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റി കളയും കുരുമുളകും കൂടെ നമ്മളിടുന്ന സമയത്ത്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ചോറിന് കൂടുതലൊക്കെ ആണെങ്കിൽ തൈര് ഉപ്പ് മാത്രം ഇട്ടാലും ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അതൊക്കെ ചതച്ചിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോവേ. അപ്പോൾ കുരുമുളക് ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അത് അടിപൊളിയാണ്. അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അതാണ്, ചോറും തൈരും അതേപോലെ തന്നെ ക്യാരറ്റ് തോരനും. ഇത്രയാണ്. കുക്കർ വിസിലടിക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. 5 വിസിലടിച്ചാൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവിടെ കൊണ്ടുപോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു. അങ്ങനെ ഓഫീസിൽ പോകാൻ റെഡിയായി. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. താങ്ക് യു.